വെൽക്കം ടു fezuskitchen. ഞാൻ ഇന്നൊരു അച്ചാറാണ് ഉണ്ടാക്കുന്നത്. ചെറുനാരങ്ങയും ഈന്തപ്പഴവും കൂടിയിട്ടുള്ളൊരു അടിപൊളി അച്ചാറാണിത്. ഇതിനായി ഞാൻ 1/2 കിലോ ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട്. ഒരു 25 പീസ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണിത്. അപ്പോൾ ഇത് അച്ചാറിടുന്ന മുമ്പ് സ്റ്റീം ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിച്ച ശേഷം സ്റ്റീം ചെയ്യാനായിട്ട് ചെറുനാരങ്ങ ഇതിന് മുകളിലായിട്ട് വെച്ച് കൊടുക്കാം. ഇത് അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലാണ് സ്റ്റീം ചെയ്തെടുക്കുന്നത്. സ്റ്റീമർ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം. ഇപ്പോൾ ഒരു 5 മിനിറ്റൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്ര മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് ഇത് തണുക്കാനായിട്ടങ്ങ് മാറ്റി വെക്കാം. നന്നായി തണുത്ത് വന്ന ശേഷം ചെറുനാരങ്ങയിൽ നനവൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായി തുടച്ചെടുക്കണം. എന്നിട്ട് നമുക്കിത് 4 8 പീസൊക്കെ ആക്കിയിട്ട് കട്ട് ചെയ്യാം. ഞാനിപ്പോൾ 4 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്യുന്നത്. ഇതിലും ചെറുത് വേണമെന്നുണ്ടെങ്കിൽ 8 പീസാക്കിയിട്ട് കട്ട് ചെയ്യാം. അപ്പോൾ ഈ നാരങ്ങയെല്ലാം നമുക്കിതുപോലെ തന്നെ അങ്ങ് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അച്ചാറിടുന്ന മുമ്പ് നമുക്ക് ഈ നാരങ്ങയിൽ കുറച്ച് ഉപ്പും മുളക് പൊടിയും കൂടി മിക്സ് ചെയ്ത് കുറച്ച് ടൈം വെക്കണം. അതിനുവേണ്ടി ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി കൂടി ഇട്ടിട്ട് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്ത ശേഷം ഒരു 2 മണിക്കൂറെങ്കിലും ഇതൊന്ന് അടച്ചു വെച്ച് മാറ്റി വെക്കാം. 2 മണിക്കൂറൊന്നും വെക്കാൻ പറ്റിയില്ലെങ്കിൽ 1 മണിക്കൂറെങ്കിലും നമുക്കിത് അടച്ചു വെച്ചൊന്ന് മാറ്റി വെക്കാം. ഞാനിപ്പോൾ ഇതൊരു 2 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇത് വെച്ചിട്ട് അച്ചാർ റെഡിയാക്കാം. അപ്പോൾ നമുക്ക് പാനിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കാം. ഇതൊന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കണം. 1/2 ടീസ്പൂൺ ഉലുവ, പിന്നെ കുറച്ച് കറിവേപ്പില, 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ഇതിനു പകരം ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്തിട്ട് വേണമെങ്കിലും ചേർക്കാം. ഇങ്ങനെ പേസ്റ്റാക്കി ചേർക്കുമ്പോൾ നമ്മുടെ അച്ചാർ ഒന്നുകൂടി കട്ടിയായിട്ട് കിട്ടും. ഇനി ഒരു 5 പച്ചമുളക് കട്ട് ചെയ്തത്. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. അച്ചാറിലേക്ക് നമ്മൾ മുളക് പൊടിയാണ് കുറച്ച് കൂടുതൽ ചേർക്കുക. അപ്പോൾ അതിനനുസരിച്ച് മുളക് ചേർക്കാം. ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ നേരത്തെ നാരങ്ങയിൽ കുറച്ച് ഉപ്പിട്ടിട്ടുണ്ട്. പക്ഷെ അച്ചാറിൽ കുറച്ച് കൂടുതൽ ഉപ്പ് വേണം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. നല്ല കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി മുളക് പൊടി യൂസ് ചെയ്താൽ മതി. ഞാനിപ്പോൾ സാദാ മുളക് പൊടിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് അച്ചാർ പൊടി ഒന്നും ചേർക്കണില്ല. ഇനി ഒരു 1/2 കപ്പ് വിനെഗർ ചേർക്കാം. നമ്മുടെ അച്ചാറിൻ്റെ പുളിക്കനുസരിച്ചുള്ള വിനെഗർ ചേർക്കാം. പിന്നെ നമ്മൾ തിളപ്പിച്ചാറിയ വെള്ളം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ഈ വിനെഗർ ഒന്ന് തിളച്ച് വരട്ടെ. ഇതിലേക്ക് 1 ടീസ്പൂണോളം കായപ്പൊടി ചേർക്കാം. നാരങ്ങ ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊക്കെ ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി. ഇതിലേക്കിനി ഒരു 150 ഗ്രാം ഈന്തപ്പഴവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു മധുരവും കൂടി കിട്ടും. ആ നാരങ്ങയുടെ ആ കയ്പ്പുരസമൊക്കെ പോയിട്ട് ചെറിയൊരു മധുരവും കൂടി ആകും. ഈന്തപ്പഴം ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ നാരങ്ങ അച്ചാർ. നമ്മുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി. 100 മുതൽ 150 ഗ്രാം വരെയൊക്കെ ഈന്തപ്പഴം ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കാം. 250 ml കപ്പിൽ 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. തിളപ്പിച്ചാറിയ വെള്ളം തന്നെ ചേർക്കണം. എന്നിട്ട് ഒരുപാട് അങ്ങ് കുക്ക് ചെയ്യാൻ നിൽക്കരുത്.
ഇനി ഒരു 1/4 ടീസ്പൂൺ ഉലുവയും കടുകും ചൂടാക്കി പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്ര മതി. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ അച്ചാറിൽ വെള്ളം ഒരുപാട് കൂടുതലുണ്ടോയെന്നൊക്കെ തോന്നും. പക്ഷെ അത് ഇരുന്ന് കഴിയുമ്പോൾ കറക്റ്റായിരിക്കും. അപ്പോൾ ഞാനിത് കുറച്ച് ടൈം വെച്ചതിന് ശേഷം കാണിക്കാം. ഇതിപ്പോൾ ഞാനൊരു 4-5 മണിക്കൂർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളത്തിൻ്റെ അളവൊക്കെ കറക്റ്റായി വന്നിട്ടുണ്ട്. കണ്ടോ, അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അതിനുശേഷം അഭിപ്രായം പറയാൻ മറക്കരുത്. ഇത് നമുക്ക് ഒട്ടും നനവില്ലാത്ത എയർ ടൈറ്റ് ആയിട്ടുള്ളൊരു കണ്ടെയ്നറിൽ അടച്ച് സൂക്ഷിച്ച് വെക്കാം. ഒരു 15 ദിവസമെങ്കിലും വെച്ചതിന് ശേഷം എടുക്കുന്നതായിരിക്കും ടേസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്